വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചവർ എവിടെ പോയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൽപ്പറ്റയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൽ.ഡി.എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം പലതവണ വയനാട് പാക്കേജ് കൊട്ടിഘോഷിച്ചിരുന്നു. എന്നാൽ പിന്നീട് പാക്കേജിനെക്കുറിച്ച് ഒന്നും കേൾക്കാനില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു. വയനാട് കാപ്പി ലോകോത്തര നിലവാരത്തിൽ ബ്രാൻഡ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചവരെ ഇപ്പോൾ കാണാനില്ല. എല്ലാ ബജറ്റുകളിലും പ്രഖ്യാപനങ്ങൾ വന്നതല്ലാതെ വയനാടിനു വേണ്ടി ഒന്നും നടപ്പായില്ല എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. 2 പ്രളയം സാരമായി ബാധിച്ച ജില്ലയാണ് വയനാട്. ഉരുൾപൊട്ടി നിരവധി പേർ മരിച്ചു. പ്രളയബാധിതർക്കുള്ള 10,000 രൂപ പോലും അർഹതപ്പെട്ട പലർക്കും ലഭിച്ചില്ല. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇതുവരെ അർഹതപ്പെട്ട ആനുകൂല്യം കൊടുത്തു തീർത്തിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിക്കൊപ്പം പ്രളയസമയത്ത് വയനാട് സന്ദർശിക്കുകയും പിന്നീട് അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്തത് താനാണ്. കോടതിയിൽ നിന്ന് ഒരു വിധി സമ്പാദിച്ചിട്ട് പോലും സംസ്ഥാന സർക്കാർ വിഷയം ഗൗരവമായി എടുത്തില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മതേതരത്വം നിലനിർത്താനാണ് എന്നും കോൺഗ്രസിന്റെ പോരാട്ടം. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരിടത്തും ബി.ജെ.പിയെ കാണാനില്ലെന്നും ബി.ജെ.പിക്ക് അനുയോജ്യമായ മണ്ണല്ല കേരളമെന്ന് ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തെല്ലാം വാഗ്ദാനമാണ് നൽകിയത്? വയനാടിന് വേണ്ടി പ്രത്യേക പാക്കേജ്, എവിടെ പോയ പാക്കേജ്? ലോകോത്തര നിലവാരത്തിലേക്ക് വയനാടിന്റെ കോഫിയും ടീയും എല്ലാം ഉയർത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞവർ എവിടെ? ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളൊക്കെ എവിടെ? കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലാണല്ലോ ഉരുൾപൊട്ടി ആളുകൾ മരിച്ചത്. അന്ന് ഞാനവിടെ പോയതാണ്. ആ പ്രദേശം മുഴുവൻ സഞ്ചരിക്കുന്നതാണ്. അതിൽപ്പെട്ടവർക്കുള്ള ആനുകൂല്യങ്ങൾ മുഴുവൻ കൊടുത്തു തീർത്തിട്ടില്ല. ജിൻസ് തോട്ടുങ്ങര, വയനാട് വിഷൻ, കൽപ്പറ്റ.